ദിവസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു ന്യൂസാണ് അത്യാവശ്യം ചിന്തിക്കാൻ നമ്മെ വളരെയധികം പ്രേരിപ്പിക്കുന്ന ഒരു ന്യൂസാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് TCS ഏകദേശം 12,000 ടെക്കീസിനെ, എൻജിനീയേഴ്സിനെ, സീനിയർ അല്ലെങ്കിൽ മിഡ് ലെവൽ ഉള്ള ജോലിയിലുള്ള ആൾക്കാരെ പിരിച്ചുവിടാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് അവരുടെ ഏകദേശം 2% എംപ്ലോയി ഫോഴ്സാണ് ഗ്ലോബൽ വർക്ക് ഫോഴ്സിൻ്റെ ഭാഗമാണ്. സോ ഫിനാൻഷ്യൽ ഇയർ 26 ഈ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതും ഈ ഒരു കാര്യം തന്നെയാണ്. സോ ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയെക്കുറിച്ച് ഓൾറെഡി ചാനലിലെ വീഡിയോസ് കണ്ട ആൾക്കാർക്കറിയാം എന്താണ് എഡ്യൂക്കേറ്റഡ് ചാനൽ എന്നുള്ളത്. എഡ്യൂക്കേഷനും കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സോ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് എഡ്യൂക്കേഷൻ, കരിയർ, ജോബ്സ് എന്നൊക്കെയുള്ളത് ഇൻ്റർ റിലേറ്റഡ് ആയ കാര്യങ്ങളാണ്. സോ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഈ ഒരു എപ്പിസോഡിൽ കൂടി ദ എഡ്യൂക്കേറ്ററിൽ പുതിയൊരു പ്ലേലിസ്റ്റ് കൂടി ആഡ് ചെയ്യാൻ പോകുന്നു. അതായത് പോഡ്കാസ്റ്റിംഗ് ആണ്. പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. സോ തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്കുമായി നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ എഡ്യൂക്കേഷനും കരിയറും നിങ്ങളുടെ ജീവിതവും എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു എന്ന കാര്യവും തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഹൈലൈറ്റ് എന്നുള്ളത് ഒബ്വിയസ്ലി TCS പോലെ, ഇൻഫോസിസ് പോലെ, മൈക്രോസോഫ്റ്റ് പോലെ, ആമസോൺ പോലുള്ള കമ്പനികളുടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരും ജോബിലുള്ള ആൾക്കാരുടെ ജോബ് സെക്യൂരിറ്റിയും ലൈഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളൊരു എൻജിനീയറാണ്, അല്ലെങ്കിൽ ഇതുപോലെ MNC കമ്പനികളിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു എപ്പിസോഡിലെ കോണ്ടൻറ്റ് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് വിശ്വാസം. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ ഇൻപുട്സും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ ഇന്നത്തെ ഈ എൻ്റെ ഡിസ്കഷനെ നമുക്ക് 7 ഡിഫറെൻറ്റ് സെഗ്മെൻ്റായിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഡിസ്കഷൻ പോയിൻ്റ് എന്നുള്ളത് നമ്മുടെ എൻ്റെ എഡ്യൂക്കേഷനും കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളതാണ്, എങ്ങനെ ഓർഗനൈസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. സോ ബേസിക്കലി ഒരു എഡ്യൂക്കേഷൻ ഫേസ് ഉണ്ട്. കോളേജുകളിൽ പോയി ഗ്രാജുവേഷൻ, അണ്ടർ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ചെയ്ത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യമാണ്. ലേറ്റ്ലി സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസുകളും ഡിപ്ലോമ പ്രോഗ്രാംസുകളും ഇമ്പോർട്ടൻസ് നേടിയിട്ടുണ്ട്, ജസ്റ്റ് ലൈക്ക് ഗ്രാജുവേഷൻ പ്രോഗ്രാം. സോ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഇതൊക്കെ ചേർന്നിട്ടുള്ളതാണ്. സോ എഡ്യൂക്കേഷൻ ശേഷം നെക്സ്റ്റ് ഫേസ് എന്നുള്ളത് ജോബ് സീക്കിംഗ് ആണ്, സെർച്ചിങ് ആണ്. ഒബ്വിയസ്ലി ജോലി ലഭിക്കുക എന്നുള്ളത് നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം, അതുപോലെ തന്നെ നാമുമായി ബന്ധപ്പെട്ട് നമ്മെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ, ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ, ഒരു ഏർണിംഗ് ഒക്കെ നേടാനുള്ള ഒരു മാർഗമാണ്. സോ ജോബ് ഈസ് എ മസ്റ്റ്. അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് ഉണ്ട്, സ്വന്തമായി ബിസിനസ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടൊരു ബേസിക് മിനിമം നോളജ് നേടാൻ ജോബ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യം വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായിരുന്നാലും മൂന്നാമത്തെ ഫേസ് എന്നുള്ളത് നിങ്ങളുടെ ഫസ്റ്റ് ജോബും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓൺ ദ ജോബ് ലേണിങ്ങുമാണ്. ഇത് വളരെ ക്രിട്ടിക്കലായ ഒരു ഫേസാണ്. കാര്യം ഈ കാര്യങ്ങളിൽ കൂടി, അതായത് നിങ്ങൾ എഡ്യൂക്കേഷൻ ചെയ്യുന്നു, കാര്യങ്ങൾ പഠിക്കുന്നു, ഈവൻ സ്കിൽ ഏർണിംഗ് പ്രോഗ്രാംസും ഒക്കെ ഉണ്ടാകും. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് നേടിത്തരുന്ന ലേണിംഗ്, ജോബ് സ്കിൽ എന്നുള്ളത് വളരെ ലിമിറ്റഡാണ്. നിങ്ങൾ ജോലി ചെയ്യുന്നതിൽ കൂടി നേടുന്ന അറിവും കഴിവുമൊക്കെയാണ് നിങ്ങളുടെ കരിയറിൽ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നതും, എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് തരുന്നത്. സോ ഫസ്റ്റ് ജോബും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേണിങ്ങുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ഫേസാണ്. നാലാമത്തത് ജോബിലേക്ക് കയറിയതിന് ശേഷം നിങ്ങളെങ്ങനെ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ജോബ് സ്വിച്ചിങ്, ഫസ്റ്റ് ജോബിന് ശേഷം നെക്സ്റ്റ് ജോബിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യമാണ്. ഏത് രീതിയിലുള്ള ജോബാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, ഏത് കമ്പനികളെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, ഏത് രീതിയിലുള്ള റെമ്യൂണറേഷൻ, സാലറി പാക്കേജുകളാണ് നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് ജോബ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ജോബ് സ്വിച്ചിങ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നാലാമത്തെ ഫേസ് എന്നുള്ളത്. അഞ്ചാമത്തത് ജോബ് സ്വിച്ച് ചെയ്തു, പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോബിലേക്ക് എത്തിച്ചേരണം എന്ന് നിർബന്ധമില്ല. ഒരു ജോബ് കഴിഞ്ഞു, 2 ജോബ് കഴിഞ്ഞു, മൂന്നാമത്തെ ജോബ് എടുത്തു, നാലാമത്തെ കമ്പനി സെലക്ട് ചെയ്തു, 5ഉം 6ഉം 7ഉം ഒക്കെ പോയി. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ആ ഡ്രീം ജോബും ആ ഡ്രീം കമ്പനിയും നേടണം എന്ന് നിർബന്ധമില്ല. ചില ആൾക്കാർക്ക് ഭാഗ്യവാന്മാരാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് ജോബിൽ തന്നെ അവർ ഇഷ്ടപ്പെട്ട പ്രൊഫൈലും കമ്പനികളും ഒക്കെ ലഭിക്കും.
പല ആൾക്കാർക്കും അങ്ങനെ ലഭിക്കാറില്ല. സോ അവർ വീണ്ടും വീണ്ടും ദേ വിൽ റീഡിസ്കവർ ദംസെൽസ് ആൻഡ് ദ ജോബ് മാർക്കറ്റ്. അവരെ തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. പുതിയ പുതിയ ജോബ് റോളുകളിൽ ചേർന്ന് നേടി പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്ത് ആ സാറ്റിസ്ഫാക്ഷൻ ഫാക്ടർ നേടാൻ ശ്രമിക്കും. പല കൂട്ടുകാർക്കും ആദ്യത്തെ ജോബിൽ ലഭിക്കും. ചില കൂട്ടുകാർക്ക് വീണ്ടും ജോബ് സ്വിച്ച് ചെയ്യേണ്ടതായിട്ടും വരും. ഏതായിരുന്നാലും അൾട്ടിമേറ്റ്ലി ആ ഒരു ഡ്രീം ജോബ് ലഭിക്കുന്നത് വരെ എല്ലാവരും റെസ്റ്റ്ലെസ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആറാമത്തെയും അവസാനത്തെയുമായ ഫേസ് എന്നുള്ളത് റിട്ടയർമെൻ്റ് ആണ്. സോ ആക്റ്റീവായിട്ടുള്ള ഒരു ജോബിൽ നിന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥയാണ്. സോ ഇതൊക്കെയാണ് നിങ്ങളുടെ എഡ്യൂക്കേഷനും കരിയറും ജോബും ഒക്കെ ആയി ബന്ധപ്പെട്ട് 6 ഡിഫറെൻറ്റ് ഫേസസ് എന്നുള്ളത്. അതായത് 6 ഡിഫറെൻറ്റ് ഫേസസ്. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം. അതായത് TCS, ഇൻഫോസിസ്, മൈക്രോസോഫ്റ്റ്, ആമസോൺ, അങ്ങനെ പല പല കമ്പനികളുമുണ്ട്. MNCകളുണ്ട്, ഇൻ്റർനാഷണൽ MNCകളുണ്ട്, ഇന്ത്യൻ MNCകളുണ്ട്, സ്റ്റാർട്ടപ്സുകളുണ്ട്, ചെറിയ കമ്പനികളുണ്ട്, വലിയ കമ്പനികളുണ്ട്. ഏതായിരുന്നാലും എല്ലാവരും അവരുടെ ബിസിനസ് നടത്തുന്നത് ഒരൊറ്റ കാര്യം വെച്ചിട്ടാണ്, പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. സോ പ്രോഫിറ്റിനാണ് എല്ലാവരും ബിസിനസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർപ്ലസ് ആയിട്ട് കാശ് വരുന്ന കാര്യമാണ്. സോ ഇങ്ങനെ ബിസിനസ് നടത്തുമ്പോൾ എല്ലാവരും അവരുടെ പോക്കറ്റിൽ നിന്ന് കാശിട്ട് ചെയ്യുന്ന കാര്യമല്ല, മറിച്ച് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാകും. സോ ഇൻവെസ്റ്റേഴ്സിന് ലാഭം കാണിക്കേണ്ടതായിട്ട് വരും. സോ റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് ലോസ് കുറയ്ക്കേണ്ടതായിട്ട് വരും, എക്സ്പെൻസ് കുറയ്ക്കേണ്ടതായിട്ട് വരും. സോ ഈ കാര്യത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് നിങ്ങൾക്ക് ജോബ് നഷ്ടപ്പെടുന്നു. ഈവൻ ഇഫ് യു ആർ ഡൂയിങ് ഗുഡ് ജോബ്. കാര്യം നിങ്ങളുടെ ജോബ് വെട്ടുന്നതിൽ കൂടി അവർക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും എന്ന ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ മെയിൻ കാര്യം എന്നുള്ളത് ബെഞ്ചാണ്. ബെഞ്ച് ലൈഫ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങൾ ഫസ്റ്റ് ജോബിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈവൻ ഒരു ഹൈ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിങ്ങൾ പഠിക്കുന്നത്, എൻജിനീയേഴ്സാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹൈഫൈ കോഴ്സ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഈ ബെഞ്ച് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് ചെറിയൊരു ധാരണ വേണം. അതായത് കമ്പനികൾ ചെയ്യുന്നത് മാസമായിട്ട് റിക്രൂട്ട് ചെയ്യും. 100-ലും 200-ലും 300-ലും നമ്പേഴ്സ് വെച്ച് എൻജിനീയേഴ്സിനെ റിക്രൂട്ട് ചെയ്യും. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് പല പ്രൊഫൈൽസുമുണ്ട്. അങ്ങനെ മാസമായി റിക്രൂട്ട് ചെയ്ത് അതിൽ നിന്ന് പിന്നെ ട്രെയിനിങ് കൊടുത്ത് ഫിൽറ്റർ ചെയ്ത് ആവശ്യത്തിനുള്ള ഓരോ ടീമിനും ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. സോ എല്ലാവർക്കും പ്രൊജക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. സോ ഓരോ പ്രൊജക്റ്റിനും ഇത്ര ഹ്യൂമൻ റിസോഴ്സസ് ആവശ്യമായിട്ടുണ്ട്. സോ ഓരോ ആൾക്കും ഇത്ര ബില്ലിംഗ് അവേഴ്സ് ഉണ്ടാവും, ഇത്ര കാശ് അവർക്ക് വേണ്ടി അലോട്ട് ചെയ്യും. അതൊക്കെയാണ് ഒരു പ്രൊജക്റ്റിൻ്റെ എക്സ്പെൻസ് എന്നുള്ളത്. സോ ക്ലയൻറ്റുമായി ബന്ധപ്പെട്ട് ഈ കമ്പനികളിലെ സെയിൽസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ടീം കോട്ട് ചെയ്യുമ്പോൾ ഈ എക്സ്പെൻസൊക്കെ കാണിച്ചിട്ടാണ് അവർ കോട്ട് ചെയ്യുകയും പ്രൊജക്റ്റ് വിന്ന് ചെയ്യുകയും അവാർഡ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. സോ ഇങ്ങനെ പ്രൊജക്റ്റ് നേടിയതിന് ശേഷം പിന്നീട് നടക്കുന്നത് തീർച്ചയായിട്ടും ഈ റിസോഴ്സസ് വെച്ചിട്ടുള്ള കളികളാണ്. അതായത് നിങ്ങൾ ബില്ല് ചെയ്ത് നിങ്ങളുടെ എക്സ്പെൻസ് കാണിച്ച് കമ്പനികളിൽ നിന്ന് കാശ് വാങ്ങിക്കുകയാണ്, അവരുടെ കസ്റ്റമേഴ്സിൽ നിന്ന് കാശ് വാങ്ങിക്കുകയാണ്. സോ ബില്ലിംഗ് അവേഴ്സ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ബില്ലിംഗ് അവേഴ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ബെഞ്ചിലിരിക്കുന്ന കാര്യം. അതായത് ഇങ്ങനെ ആക്റ്റീവായി ഒരു പ്രൊജക്റ്റിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടാതിരിക്കുന്ന അവസ്ഥ. സോ കമ്പനികൾക്ക് ബെഞ്ചിലിരിക്കുന്ന റിസോഴ്സസ് എന്നുള്ളത് ഒരു ലയബിലിറ്റിയാണ്. തീർച്ചയായിട്ടും ബെഞ്ചിലിരിക്കുന്ന റിസോഴ്സസിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. TCS ഇത്രയും പേരെ പുറത്താക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പറഞ്ഞ കാര്യം എന്നുള്ളത് ഇതുപോലെ ബെഞ്ചിലിരിക്കുന്ന എക്സിക്യൂട്ടീവ്സ്, എൻജിനീയേഴ്സിനെ കുറിച്ചൊക്കെയാണ്. മിനിമം 2 months ബെഞ്ചിലുള്ള ആൾക്കാർ, ഇത്ര ദിവസം ബെഞ്ചിൽ ഇരിക്കുന്ന ആൾക്കാർ, അവരൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന കാര്യം വളരെ ഹൈലൈറ്റ് ചെയ്ത് തന്നെ പറയുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്നുള്ളത് മനസ്സിലാക്കുക എന്താണ് ബെഞ്ചിങ് എന്നുള്ളത്. അതായത് നിങ്ങൾ ഒരു പ്രൊജക്റ്റിൻ്റെ പാർട്ടാകുന്നില്ലെങ്കിൽ, നിങ്ങൾ ബില്ല് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ, നിങ്ങളുടെ എക്സ്പെൻസ്, നിങ്ങളുടെ സാലറി, നിങ്ങൾക്ക് ലഭിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ, അതിന് ഒരു ഇൻകം ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ അതർ സൈഡ് എന്നുള്ളത് നിങ്ങളൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറിക്ക് കൗണ്ടറായിട്ട് കസ്റ്റമേഴ്സിൽ നിന്ന് കാശ് ലഭിക്കുന്നുണ്ട്. സോ കമ്പനികൾക്ക് നിങ്ങളെ വെച്ച് കാശുണ്ടാക്കുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ലയബിലിറ്റി അല്ല, ഒരു അസറ്റാണ്. സോ ഈ ലയബിലിറ്റി അസറ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ ലയബിലിറ്റി ആകുമ്പോൾ നിങ്ങളുടെ കമ്പനി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നിർത്തിപ്പോകുന്നു അല്ലെങ്കിൽ നിർത്താൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ബെഞ്ചിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിയൊന്നും ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുക, കാഫ്റ്റീരിയയിൽ പോവുക, പാൻട്രിയിൽ പോവുക,
ചായ കുടിക്കുക, അങ്ങനെ നടക്കുന്ന ആ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ടത് ഏത് നിമിഷവും നിങ്ങളുടെ കഴുത്തിലേക്ക് ആ വാൾ വീഴുമെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും എന്നുള്ളതാണ്. സോ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സോ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ബിസിനസ് മോഡൽസ്, അതോടൊപ്പം പ്രോഫിറ്റിംഗ് കാര്യവും ഈ ബെഞ്ച് എന്നുള്ള കൺസെപ്റ്റും വളരെ അടുത്ത് കിടക്കുന്നു എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ളത് നാലാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ കാര്യവുമായി അടുത്ത് കിടക്കുന്ന കാര്യമാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് പൊളിറ്റിക്സും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സോ ജോബിൽ കയറിയ ഏതൊരാളും ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പൊളിറ്റിക്സ് എന്നുള്ളത്. സോ പൊളിറ്റിക്സ് എന്നുള്ളത് വെറും രാഷ്ട്രീയം, നേതാക്കൾ കസേരയ്ക്ക് വേണ്ടി തമ്മിൽ തല്ലുന്ന കാര്യമല്ല, മറിച്ച് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ, പ്രൊമോഷൻ ലഭിക്കാൻ, ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ, ഈവൻ ടു റീറ്റെയിൻ ദ ജോബ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ബെഞ്ച് എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ, ഒരു പ്രൊജക്റ്റിലേക്ക് എത്താനൊക്കെ പൊളിറ്റിക്സ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യയിലെ ജോബ് മാർക്കറ്റ് എത്ര കട്ട് ത്രോട്ട് കോമ്പറ്റീഷനുള്ള സീനാണ് എന്നുള്ളത്. സോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പൊളിറ്റിക്സ് കളിക്കുക എന്നുള്ളത് എപ്പോഴും അത് അലർജിയാണ്, എനിക്ക് പൊളിറ്റിക്സ് താല്പര്യമില്ല, പൊളിറ്റിക്സ് ഞാൻ കളിക്കാറില്ല, എനിക്ക് പൊളിറ്റിക്സ് കളിക്കുന്ന ആൾക്കാരെ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നാൽ അത് നിങ്ങളുടെ പ്രൊഫൈലിൽ, നിങ്ങളുടെ ജോബിൽ നിങ്ങൾക്ക് പോസിറ്റീവിനേക്കാളും നെഗറ്റീവായിരിക്കും നൽകുന്നത്. സോ അത്യാവശ്യം പൊളിറ്റിക്സൊക്കെ കളിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല, പക്ഷേ ഒരു നെസസിറ്റിയായി വരുന്ന കാര്യമായിട്ട് വരുന്നുണ്ട്. സോ പൊളിറ്റിക്സ് വരുമ്പോൾ പല രീതിയിലുള്ള പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് ഓഫ് റീജിയൻ ഉണ്ട്. മല്ലൂസിൻ്റെ, കന്നഡികാസിൻ്റെ, തമിഴുമായി ബന്ധപ്പെട്ട് നോർത്ത് ഇന്ത്യൻ ലോബി, അങ്ങനെ റിലീജിയനായിട്ടുണ്ട്, കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, കാസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈവൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരാളാണെങ്കിൽ അങ്ങനെ ഒരു ഫേവർ ലഭിക്കാറുണ്ട്. ഒരു രീതിയിലുള്ള സാമ്യതയില്ലെങ്കിലും യെസ് ബോസ് എന്ന് പറയാനുള്ള താല്പര്യവും അതിനെ താങ്ങി നിൽക്കാനുള്ള, അല്ലെങ്കിൽ താങ്ങി നിർത്താൻ, ബോസിനെ താങ്ങി നിർത്താനുള്ള ആ ഒരു ആ ഒരു താല്പര്യവുമൊക്കെ നിങ്ങളെ ഏതെങ്കിലും ഒരു ക്യാമ്പിൻ്റെ ഭാഗമാക്കുന്നുണ്ട്. സോ ഇതിലൊന്നും ഞാൻ പെടുന്നില്ല, അല്ലെങ്കിൽ പെടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, ഏത് നിമിഷവും നിങ്ങൾ ബെഞ്ചിലേക്ക് തള്ളപ്പെടാം, പ്രൊജക്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടാം എന്നുള്ളത്. ഞാൻ നല്ല രീതിയിൽ ജോബ് ചെയ്യുന്നു, അതുകൊണ്ട് എൻ്റെ ക്വാളിറ്റി ഓഫ് വർക്ക് വെച്ച് എന്നെ ജോബിൽ നിർത്തും എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അങ്ങനെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. നിങ്ങൾ പോയാൽ വേറൊരാളെ റിക്രൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അവർക്ക് നിങ്ങളുടെ കുറവ് നികത്താനും പറ്റും. സോ മനുഷ്യനെന്നുള്ളത് എപ്പോഴും വാഴ്ത്താനും വാഴ്ത്തപ്പെടാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ ചെറിയൊരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുക. പൊളിറ്റിക്സ് കളിക്കേണ്ട സമയത്ത് കളിക്കുക. പൊളിറ്റിക്സ് കളിക്കാൻ അറിയില്ലെങ്കിൽ പഠിച്ച് കളിക്കുക. അല്ലെങ്കിൽ അറിയാതെ കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പോസിറ്റീവിനേക്കാളും നേരത്തെ പറഞ്ഞ ബെഞ്ചിലിരിക്കാതെ തന്നെ ടെർമിനേഷൻ ലഭിക്കാനുള്ള സാധ്യത കൂടും എന്ന കാര്യവും മനസ്സിലാക്കുക. ഇനി അഞ്ചാമത്തത് ലേണിംഗ് ദ ജോബ് ആൻഡ് ലേണിംഗ് ദ സ്കിൽസ് എന്നുള്ള കാര്യമാണ്. ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടാൽ, ഈവൻ ഇഫ് നിങ്ങളൊരു പ്രൊജക്റ്റിൻ്റെ ആകുന്നില്ലെങ്കിലും ആ ജോബ് പഠിച്ചെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫ്രം ദ ഡേ വൺ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യം കാണിക്കുക, വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഈവൻ ഇഫ് നിങ്ങൾക്ക് ആ ജോബിലേക്ക് എത്തിച്ചേരാൻ, അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ബെഞ്ചിലിരുന്ന് സൈഡിലിരുന്ന് ഗെയിം കളിച്ച് അല്ലെങ്കിൽ ചാറ്റ് ചെയ്ത് സമയം കളയുന്നതിന് പകരം പ്രൊജക്റ്റിലുള്ള ആൾക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുടെ ചെറിയ ചെറിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമാക്കുക, അവർ ചെയ്യുന്ന ജോബ് അതിനെ അവർ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം നിങ്ങൾ ബില്ല് ചെയ്യപ്പെടുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കൊളീഗ് ഏതെങ്കിലും പ്രൊജക്റ്റിലുണ്ടെങ്കിൽ അവർക്കും അറിയാം നിങ്ങളെ കൊണ്ട് കമ്പനിക്ക് വലിയ ഗുണമൊന്നുമില്ല, അതുകൊണ്ട് അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യില്ല. പക്ഷേ നിങ്ങൾക്ക് അവരെ അപ്രോച്ച് ചെയ്യാം, അവരുടെ ജോബിനെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം, ഒബ്ജക്റ്റീവ് എന്നുള്ളത് പണി പഠിക്കുക എന്നുള്ളതാണ്, പണി കൊടുക്കുക എന്നുള്ളതല്ല. സോ പഠിച്ച് കാര്യങ്ങൾ ജോബ് പഠിച്ച് ഈ കമ്പനിയിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ഇല്ലെങ്കിലും നെക്സ്റ്റ് ജോബിലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ പ്രസൻറ്റ് ചെയ്യാനും
നിങ്ങളെ റിക്രൂട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂട്ടാം എന്നുള്ളതാണ്. നിങ്ങൾ ബെഞ്ചിലിരുന്ന് സമയം കളയുകയാണെങ്കിൽ, നിങ്ങൾ ജോബില്ലാതെ പ്രൊജക്റ്റിൻ്റെ ഭാഗമാകുന്നില്ലെങ്കിൽ, കാര്യങ്ങളൊന്നും അറിയുന്നില്ലെങ്കിൽ, അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ജോബ് ലഭിക്കാനും സാധ്യത കുറയ്ക്കുന്നു എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. സോ ജോബ് ലേൺ ചെയ്യുക, പഠിക്കുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കിൽസും പഠിച്ചെടുക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഇഫ് യു ആർ ഗെറ്റിംഗ് ടെർമിനേറ്റഡ്, നെക്സ്റ്റ് ജോബിലേക്ക് നിങ്ങൾക്ക് ഈ അറിവ് വെച്ച് കയറാൻ പറ്റും. അതല്ലാതെ നിങ്ങളുടെ ജോബിനെ കുറിച്ച് ഒരു ധാരണയുമില്ലെങ്കിൽ അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ജോബിലേക്കും കടക്കാനുള്ള സാധ്യത തരില്ല. ഗ്യാപ്പ് വരും നിങ്ങളുടെ കരിയർ പ്രൊഫൈലിൽ. പിന്നെ ജോബ് സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡൊമൈൻ തന്നെ മാറ്റിയെടുക്കേണ്ട അവസ്ഥയൊക്കെ വരും. ഹയർ എഡ്യൂക്കേഷന് പോകേണ്ടി വരും. പിന്നീട് വീണ്ടും റെസ്യൂമൊക്കെ തൂക്കി നടക്കേണ്ടി വരും. കുറേ സമയം കളയേണ്ടി വരും. സോ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത 6ാമത്തെ കാര്യം എന്നുള്ളത് ലോയാലിറ്റിയാണ്. ഓക്കെ, സോ ഒരു ജോബിലേക്ക് കടക്കുമ്പോൾ നിങ്ങളൊരു കമ്പനിയുടെ ഭാഗമാകുന്നു. ഒബ്വിയസ്ലി ദേ ആർ പേയിങ്. നിങ്ങൾ ബെഞ്ചിലിരിക്കുകയാണെങ്കിലും അല്ലെങ്കിലും പ്രൊജക്റ്റിൻ്റെ ഭാഗമാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ആ കമ്പനിയിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് സാലറി ലഭിക്കുമെന്നുള്ളതാണ്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് കാശും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ ലഭിക്കുമ്പോൾ ലോയാലിറ്റി എന്നുള്ള കാര്യം വേണം കമ്പനിയോട്. പക്ഷേ തിരിച്ച് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ലോയാലിറ്റി പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതായത് ഏത് നിമിഷവും നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാം എന്നുള്ളതാണ്. അതോടൊപ്പം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജോലി എന്നുള്ളത്, ജോബ് സെക്യൂരിറ്റി എന്നുള്ളത് നിങ്ങൾ ബെഞ്ചിലിരിക്കുന്ന അവസ്ഥയിൽ മാത്രമല്ല, ഈവൻ ഇഫ് യു ആർ പാർട്ട് ഓഫ് എ പ്രൊജക്റ്റ്, നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടേക്കാം. സോ ആ ഒരു കാര്യം കരുതിയിരിക്കുക എന്നുള്ളതാണ്. സോ ഏത് നിമിഷവും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും. സോ ആ ഒരു സമയത്തൊക്കെ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പിടിച്ച് നിർത്തണം, എങ്ങനെ നിങ്ങളുടെ കാര്യം സേഫാക്കി വെക്കണം, ഈവൻ ഇഫ് യു ആർ ലൂസിങ് യുവർ ജോബ്, എങ്ങനെ നെക്സ്റ്റ് ജോബിലേക്ക് കടക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു പ്ലാൻ ബിയും പ്ലാൻ സിയും പ്ലാൻ ഡിയും ഒക്കെ എപ്പോഴും കയ്യിലുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ജോബ് നഷ്ടപ്പെടുമ്പോൾ ഞെട്ടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. സോ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുക. നിങ്ങളുടെ കാര്യം നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തു വെക്കുക. നിങ്ങളുടെ ജോബിനെ കുറിച്ചൊരു ധാരണയുണ്ടായിരിക്കുക. സ്കിൽസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ടെക്നോളജിക്കൽ വേൾഡ് എന്നുള്ളത് ചേഞ്ചിങ് എവറി സെക്കൻഡ്. സോ അങ്ങനെ റെലവൻ്റായി നിൽക്കുക എന്നുള്ള കാര്യവും ഈ ഒരു 6ാമത്തെ പോയിന്റിൽ പറയാനുണ്ട്. പിന്നീടുള്ളത് നോബഡി ഈസ് ഇർറിപ്ലേസബിൾ എന്നുള്ളതാണ്. അതായത് ആർക്കും നിങ്ങളെ റീപ്ലേസ് ചെയ്യാം, എപ്പോഴും നിങ്ങളെ ജോബിൽ നിന്ന് മാറ്റാം. നിങ്ങൾ എത്ര പവർഫുൾ ആണെങ്കിലും നിങ്ങൾ വിചാരിക്കും, ഞാൻ പോയാൽ ഈ കമ്പനിയിൽ ഒരു മനുഷ്യനും ഇത് ചെയ്യാൻ പറ്റില്ല, ഞാനാണ് ദ മോസ്റ്റ് കേപ്പബിൾ എന്നൊക്കെ. ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളെ റീപ്ലേസ് ചെയ്ത് അവർക്ക് വേറൊരാളെ കൊണ്ടുവന്നാൽ അവരും അല്ലെങ്കിൽ അവളും നിങ്ങൾ ചെയ്തതിനേക്കാളും ചിലപ്പോൾ ബെറ്റർ ജോബ് ചെയ്തേക്കാം. ചിലപ്പോൾ നല്ല രീതിയിൽ നിങ്ങളെക്കാൾ എഫിഷ്യൻ്റ് അല്ലെങ്കിലും അവരെ വെച്ച് കമ്പനി അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ സംശയമില്ല. സോ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സോ TCS ആയിരക്കണക്കിന് എക്സിക്യൂട്ടീവ്സിന്, എൻജിനീയേഴ്സിന് ജോബിൽ നിന്ന് പുറത്താക്കുന്ന പ്ലാൻ കൊണ്ടുവന്നപ്പോൾ അതിലുള്ള ആൾക്കാരുടെ പ്രൊഫൈൽ എന്നുള്ളത് സീനിയർ അല്ലെങ്കിൽ ഒരു മിഡ് ലെവൽ മാനേജ്മെൻറ്റ് പൊസിഷൻസ് ഉള്ള ആൾക്കാരാണ്. അതായത് വർഷങ്ങളോളം ആ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്ത ആൾക്കാരാണ്. സോ ഇവർ ഇത്രയും സമയം ഈ കമ്പനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു, അവർക്ക് വേണ്ടി ജോലി ചെയ്തു, അവർക്ക് വേണ്ടി പ്രൊജക്റ്റിൻ്റെ ഭാഗമായി അവരുടെ ഫാമിലി ലൈഫൊക്കെ മാറ്റിവെച്ച് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്ത ആൾക്കാരാണ്. ജീവിതത്തിലെ അല്ലെങ്കിൽ ഫാമിലിയുടെ പല ഒക്കേഷൻസും ഒക്കെ ഒഴിവാക്കി കമ്പനിക്ക് വേണ്ടി വളരെ ഹാർഡ് വർക്ക് ചെയ്ത്, സ്മാർട്ട് വർക്ക് ചെയ്ത് അവരെ പ്രൂവ് ചെയ്ത ആൾക്കാരൊക്കെ ഈ ഒരു പുറത്താക്കുന്ന ആൾക്കാരുടെ കമ്പനിയുടെ ലിസ്റ്റിൽ വന്നേക്കാം. സോ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഞെട്ടരുത്. കാരണം ആരും റീപ്ലേസ് ചെയ്യപ്പെടാം, എപ്പോൾ വേണമെങ്കിലും റീപ്ലേസ് ചെയ്യപ്പെടാം എന്നുള്ളതാണ്. നിങ്ങളുടെ സ്കിൽ സെറ്റ് എന്നുള്ളത് നിങ്ങളെപ്പോഴും റെലവൻ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പേ ചെയ്യുന്ന ആ ഹൈ സാലറിയേക്കാളും ഫ്രഷേഴ്സിനെ കമ്പനികൾ എടുക്കുന്നതാണ് കൂടുതൽ ലാഭം. പ്രത്യേകത യങ്സ്റ്റേഴ്സ് എന്നുള്ളത് ഫ്രഷാണ്, എനർജറ്റിക് ആണ്, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റും. പറയാറുണ്ട്, പുതിയ പട്ടികൾക്ക് പുതിയ ട്രിക്സ് പഠിപ്പിച്ച് കൊടുക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. പക്ഷേ പഴയ പട്ടികൾക്ക് പുതിയ ട്രിക്സ് പഠിപ്പിച്ച് കൊടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നുള്ളത്. സോ എക്സ്പീരിയൻസ് കൂടുമ്പോൾ പൊതുവെ കമ്പനികൾ നിങ്ങളെ ഒരു ലയബിലിറ്റിയായി കാണുന്നു എന്ന കാര്യം സത്യമാണ്. അതോടൊപ്പം നിങ്ങളുടെ ഒരു നിങ്ങളുടെ ബാഗേജ്, നിങ്ങൾ
കമ്പനികൾക്കൊരു ബാഗേജായി മാറുന്നു എന്ന കാര്യമാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുമ്പോൾ, നിങ്ങളുടെ ഏജ് കൂടുമ്പോൾ, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് കൂടും, നിങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ കോസ്റ്റ്, നിങ്ങളുടെ എക്സ്പെൻസൊക്കെ കൂടും. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കമ്പനി നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ് കാൽക്കുലേഷൻ വെക്കുമ്പോൾ അവർ നോക്കുന്നത് ചിലവ് കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ്. സോ അവർ നിങ്ങളെ എളുപ്പത്തിൽ റീപ്ലേസ് ചെയ്യും. സോ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു എൻ്റെ പോഡ്കാസ്റ്റ് എപ്പിസോഡ് ചെയ്തതിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. TCS പോലെ, മൈക്രോസോഫ്റ്റ് പോലെ, ആമസോൺ പോലെ, മെറ്റ പോലെ, ഫേസ്ബുക്ക് പോലെയുള്ള വലിയ വലിയ കമ്പനികൾ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജോലി വെട്ടിമാറ്റുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ഒരു ലിസ്റ്റിൻ്റെ ഭാഗമാകാൻ പോകുന്നു അല്ലെങ്കിൽ ഭാഗമായാലും ഞെട്ടരുത് എന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എപ്പോഴും നിങ്ങളുടെ ബോട്ട് എപ്പോഴും റെഡിയാക്കി വെക്കുക. വലിയൊരു ഷിപ്പാണ്. ആ ഷിപ്പിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ പുറത്ത് എറിയപ്പെടാം. എറിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു നീന്താനെങ്കിലും പഠിച്ച് നീന്തിയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബോട്ടെങ്കിലും കരുതി വെക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈഫ് ജാക്കറ്റെങ്കിലും. സോ ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി നിങ്ങൾക്ക് മുങ്ങി മരിക്കുന്ന അവസ്ഥ ഇല്ലാതാക്കാം. പറയാൻ കാരണം സീനിയേഴ്സ്, മിഡ് ലെവൽ മാനേജ്മെൻറ്റ് പൊസിഷൻസുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുമ്പോൾ അവരുടെ കാര്യം മാത്രമല്ല, മറിച്ച് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാമിലി, അവരുടെ കുട്ടികൾ, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കമ്പനികൾക്ക് ഒരിക്കലും നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചോ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്സിനെ കുറിച്ചോ ഒന്നും ചിന്തിച്ച് ബേജാറാക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് അവരുടെ ബിസിനസ് സക്സസ്ഫുൾ ആക്കുക, അങ്ങനെ അവരെയും അവരുടെ ഫാമിലിയെയും സപ്പോർട്ട് ചെയ്യുക എന്ന കാര്യമാണ്. സോ എല്ലാവർക്കും അവരുടേതായ കാര്യത്തെക്കുറിച്ചാണ് കൂടുതൽ താല്പര്യമുണ്ടാവുക. അവരുടെ കാര്യത്തെക്കുറിച്ച് തന്നെയായിരിക്കണം താല്പര്യമുണ്ടാവേണ്ടത്. അതുപോലെ നിങ്ങളുടെ കാര്യത്തിലും നിങ്ങളും അല്പം സെൽഫിഷായിരിക്കണം. നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് എപ്പോഴും റെലവൻ്റായി നിൽക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പഠിച്ചെടുക്കാൻ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കുക. സ്പൈറൽ ഓഫ് കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടുക, കാശ് കളയുക, കാശിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് സമയം കളയുക, നെറ്റ്ഫ്ലിക്സ് പോലെ അങ്ങനെ പല കാര്യത്തിൽ കൂടി സമയം കളഞ്ഞ് അവസാനം നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള സ്കിൽ അപ്ഡേഷൻ നടന്നിട്ടില്ലെങ്കിൽ അത് ഒക്കെ നിങ്ങളെ ഈ ജോലി നഷ്ടപ്പെടുന്ന സമയത്ത് കൂടുതൽ ഗർത്തത്തിലേക്കാണ് തള്ളിയിടാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, ഇതാണ് ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡ്, ദ ഫസ്റ്റ് എപ്പിസോഡ് ഫ്രം ദ എഡ്യൂക്കേറ്റർ. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, കരിയർ, അതോടൊപ്പം ജോബുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ജോലി നഷ്ടപ്പെടുമ്പോൾ ഞെട്ടാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തത്. കുറേം കൂടി ലെങ്തി ആക്കാനായിരുന്നു താല്പര്യം, പക്ഷേ എനിവേ ദിസ് ദ ഫസ്റ്റ് എപ്പിസോഡ്. ഇനി വരും എപ്പിസോഡുകളിൽ നമുക്ക് കുറച്ചും കൂടി ലെങ്ത് കൂട്ടണം നമ്മുടെ ഡിസ്കഷൻ്റെ കാര്യം. പല കാര്യങ്ങളും ഇൻഡെപ്തിൽ തന്നെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ എപ്പിസോഡുകളിൽ ഗസ്റ്റുകളെയും കൊണ്ടുവരുന്നുണ്ട് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ദ എഡ്യൂക്കേറ്ററിൻ്റെ പുതിയ ഫോർമാറ്റ് ഇൻ പോഡ്കാസ്റ്റ് മോഡ് എങ്ങനെയുണ്ട് എന്ന കാര്യം കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.